നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീയതിയും ദിവസവും സമയവും ഒക്കെ തന്നെ നിശ്ചയിച്ചു. ഇനി സുനിത വില്യംസ് ഉടൻ ഭൂമിയിലേക്ക്. 8 ദിവസത്തെ ദൌത്യത്തിനായി പോയി 8 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ മടക്കയാത്ര ഒടുവിൽ തീരുമാനമായി. ISS-ൽ കുടുങ്ങിയ സുനിത വില്യംസ് സഹയാത്രികൻ ബൂച്ച് വിൽമോറും മാർച്ച് പകുതിയോടുകൂടി ഭൂമിയിൽ മടങ്ങിയെത്തുമെന്ന് നാസ അറിയിച്ചു. മാർച്ച് അവസാനമോ ഏപ്രിലോ മാത്രമായിരിക്കും ഇരുവരെയും തിരികെ കൊണ്ടുവരിക എന്നാണ് നാസ നേരത്തെ കരുതിയത്. 2024 ജൂൺ മാസം മുതൽ സുനിത വില്യംസും ബൂച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. ബോയിങ്ങിന്റെ സ്റ്റാർട്ട് ലൈൻ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ 5-നായിരുന്നു ഇരുവരും ISS-ലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സാറ്റലൈറ്റിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം 8 ദിവസ ദൌത്യത്തിന് ശേഷം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല. പലതവണ ഇരുവരും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും സാറ്റലൈറ്റിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെച്ചു. തുടർന്ന് സാറ്റലൈറ്റിന്റെ ആളില്ലാത്ത ന്യൂ മെക്സിക്കോയിൽ 2024 സെപ്റ്റംബർ 7-ന് ലാൻഡ് ചെയ്യുകയാണ് എന്ന് നാസയും ബോയിങ്ങും ചെയ്തു. ഇതോടെ സുനിത വില്യംസും ബൂച്ച് വിൽമോറും 250 ദിവസത്തോളം ISS-ൽ തുടരേണ്ടി വരികയായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിത എന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് സ്ഥാപിക്കുകയും ചെയ്തു. 2025 മാർച്ച് പകുതിയോടെ സ്പേസ് എക്സിന്റെ ഡ്രോൺ പേടകത്തിലാണ് സുനിത വില്യംസും അതുപോലെ തന്നെ ബൂച്ച് വിൽമോറും മടങ്ങിയെത്തുക. ഇവർക്കൊപ്പം ക്രൂ 9 അംഗങ്ങളായ നിക് ഹഗും അതുപോലെ തന്നെ അലക്സാണ്ടർ ഗോർബുനോവും മടക്കയാത്രയിൽ ഈ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഉണ്ടാകും. മുമ്പ് ബഹിരാകാശ യാത്രയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ള ഡ്രാഗൺ പേടകമാണിത് എന്നാണ് റിപ്പോർട്ട്. ഫ്ലോറിഡയിലെ കാലാവസ്ഥ പരിഗണിച്ചായിരിക്കും പേടകത്തിന്റെ ലാൻഡിംഗ് തീയതി സ്പേസ് എക്സുമായി ചേർന്ന് നാസ തീരുമാനിക്കുക.